ചൈനയിൽ അതിവേഗം വ്യാപിക്കുന്ന ഹ്യൂമൻ മെറ്റാന്യൂറോ വൈറസ് അതായത് HMPV ഇത് സംബന്ധിച്ച ആശങ്കയുടെ ആവശ്യമില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിൽ ഇതുവരെ വൈറസ് DTHS റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ജലദോഷത്തിന് കാരണമാകുന്ന ഒരു സാധാരണ ശ്വസന പ്രശ്നം മാത്രമാണിതെന്നും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ഡയറക്ടർ ഗോയൽ പറഞ്ഞു. രാജ്യത്തെ പകർച്ചവ്യാധികളുടെ വ്യാപനം സംബന്ധിച്ച് സൂക്ഷ്മമായ നിരീക്ഷണം നടത്തിവരികയാണെന്ന് അദ്ദേഹം അറിയിച്ചു. ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കെതിരെ സാധാരണ എടുക്കാറുള്ള പൊതുവായ മുൻകരുതലുകൾ സ്വീകരിക്കാനും ഡോക്ടർ അതുൽ ഗോയൽ നിർദ്ദേശിച്ചു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. മെറ്റാന്യൂറോ വൈറസ് വളരെ പ്രായമായവരിലും വളരെ പ്രായം കുറഞ്ഞവരിലും ഇത് ഒരു പനി പോലുള്ള ലക്ഷണങ്ങൾക്ക് കാരണമാകും, അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിനകത്ത് ശ്വാസകോശ സംബന്ധമായ പകർച്ചവ്യാധിയുടെ ഡേറ്റ തങ്ങൾ വിശകലനം ചെയ്തിട്ടുണ്ട്. 2024 ഡിസംബറിലെ ഡേറ്റയിൽ കാര്യമായ വർധനവ് ഉണ്ടായിട്ടില്ല. തങ്ങളുടെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് വലിയ അളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളൊന്നും ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശൈത്യകാലത്ത് ശ്വാസകോശ സംബന്ധമായ വൈറസ് അണുബാധകൾ ഉണ്ടാകാറുണ്ടെന്നും അതിനായി ആശുപത്രികൾ സാധാരണയായി തയ്യാറെടുക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ പൊതുജനങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എല്ലാ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കെതിരെയും ഉപയോഗിക്കുന്ന പൊതുവായ മുൻകരുതലുകൾ എടുക്കുക എന്നതാണ്. അതായത് ആർക്കെങ്കിലും ചുമയും ജലദോഷവും ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ആളുകളുമായി സമ്പർക്കം പുലർത്തുന്നത് ഒഴിവാക്കണം. ജലദോഷമോ പനിയോ ഉള്ളപ്പോഴെല്ലാം ആവശ്യമായ സാധാരണ മരുന്നുകൾ കഴിക്കുക, ഡോക്ടർ പറഞ്ഞു. അതേസമയം വൈറസ് പടരുന്നതായുള്ള റിപ്പോർട്ടുകൾ ചൈന നിഷേധിച്ചു. മുൻവർഷത്തെ അപേക്ഷിച്ച് ശ്വാസകോശ അണുബാധ കുറവാണെന്നും അധികൃതർ അവകാശപ്പെട്ടു. ചൈനയിലേക്ക് യാത്ര ചെയ്യാൻ ആശങ്കപ്പെടേണ്ടതില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ചൈനയിൽ രോഗബാധ വർദ്ധിക്കുന്നതായി വാർത്താ ഏജൻസികളാണ് റിപ്പോർട്ട് ചെയ്തത്. ചൈനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണമുണ്ടായെങ്കിലും അധികൃതർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല.